നമ്മുടെ കേരളത്തിലെ സാധാ ലോ കോളേജുകൾക്ക് പുറമെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ ഒട്ടാകെ നമുക്ക് എന്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം 26ഓളം നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒരെണ്ണം കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ കൊച്ചിക്കടുത്ത് കളമശ്ശേരി എന്ന സ്ഥലത്ത് ന്യൂവാൽസ് എന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതുപോലത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും ക്ലാറ്റ് എന്ന എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഇപ്പൊ ഈ ക്ലാറ്റ് എക്സാം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാ വിദ്യാർത്ഥികളും ഒരു LLB എടുക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ശരിക്കും ഒരു ടെൻഷനാണ്. ഇനി പഠിച്ചാൽ തീരുമോ? കാരണം ക്ലീ പോലത്തെ ഒരു എക്സാം അല്ല, ക്ലീ ഒക്കെ കുറച്ച് ലെവൽ കൂടിയ എക്സാം ആണ്. ഇത് പഠിച്ചാൽ തീരുമോ, ദൈവമേ ഇത് പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഈ എല്ലാ ടെൻഷനും ദൂരീകരിക്കാൻ വേണ്ടി ഒരു അടിപൊളി ടെക്നിക്കാണ് ഞാൻ വന്നേക്കുന്നത്. ഹായോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ക്ലാറ്റ് എക്സാമിന് നമുക്ക് മുമ്പിൽ ഇനി എത്ര ദിവസം ഉണ്ട് ഫസ്റ്റ് നോക്കാം. എത്രയാണ്? ഏകദേശം ഒരു 100 ദിവസം. നമുക്കൊരു അപ്രോക്സിമേറ്റ് 100 ദിവസം. കാരണം ഡിസംബർ 6-നാണ് നമ്മുടെ എക്സാം നടക്കുന്നത് അല്ലെ? ഡിസംബർ 6-നാണ് എക്സാം. അപ്പൊ നമ്മുടെ മുമ്പിൽ ഏകദേശം എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 3 മാസത്തിന് മേലെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 100 ദിവസം കണക്കാക്കാം. ഈ 100 ദിവസം നമ്മൾ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നാണെന്ന് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ 100 ദിവസം മാക്സിമം നമ്മൾ ഒരു പ്ലാൻ വയ്ക്കണമെങ്കിൽ പ്ലാൻ വെച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ എങ്ങനെ മാറ്റണം, നമ്മുടെ ടെൻഷൻ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ഒപ്പം തന്നെ കോൺഫിഡൻസ് നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ കൃത്യമായ രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ വരുന്ന ക്ലാറ്റ് എക്സാം ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ഒറ്റ ഡിസിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഫുൾ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഒറ്റ ഡിസിഷൻ എന്നെ കൊണ്ട് ക്ലാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഒരു തവണ തീരുമാനിച്ചാൽ മതി. നിങ്ങളുടെ പകുതി കോൺഫിഡൻസ് അവിടെ വന്നു, നിങ്ങളുടെ പകുതി ടെൻഷൻ അവിടെ തീർന്നു. ആ ഒരൊറ്റ മൈൻഡ് സെറ്റ് എങ്ങനെ വരുത്തണം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ആ ഒരു കാര്യം വരുത്താനുള്ള എല്ലാ സാധനവും പറയാം. കേട്ടല്ലോ? എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. കേട്ടല്ലോ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പൊ ക്ലാറ്റ് എക്സാമിന് 100 ദിവസം ഉണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? ദൈവമേ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഇനി തീരത്തില്ലല്ലോ, അല്ലെങ്കിൽ ഈ 100 ദിവസം മതിയാവോ, 100 ദിവസം ഇല്ലേ എന്ന് 2 ടൈപ്പ് ചിന്തിക്കുന്നവരുണ്ടാവും. 100 ദിവസം തികയില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും. 100 ദിവസം ഇല്ലേ എന്ന് പറഞ്ഞ് ഇത് നമുക്ക് പഠിച്ചെടുക്കാന്നേ ഉള്ളൂ, പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾ നോട്ട് ചെയ്യുക തന്നെ വേണം. കാരണം ഒരു ചെറിയ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടിയാൽ തന്നെ ഈ 100 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം മനസ്സിലാക്കാം ഇത് ഒരുപാട് ലേറ്റുമല്ല, ഒരുപാട് ഏർലിയും അല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൺ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയി നമുക്ക് കിട്ടും. ആ ഒരു കാര്യം സെറ്റ് ആക്കിയാൽ നമുക്ക് ഈ 100 ദിവസം സ്റ്റഡി ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. ഇപ്പൊ ഈ 100 ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണേന്ന് നോക്കാം. ഫസ്റ്റ്, നമുക്കറിയാം 100 ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നേ? നമുക്ക് 14 മേലെ ആഴ്ചകൾ കിട്ടും. ഒരാഴ്ച 7 ദിവസം ഉണ്ട്, അങ്ങനെ 14+ ആഴ്ചകൾ നമുക്ക് എവിടെ കിട്ടും? ഈ 100 ദിവസത്തേക്ക് കിട്ടും. 14+ വീക്സ് ടു പ്രാക്ടീസ് ചെയ്യാനും 14 ആഴ്ച കൂടുതൽ കിട്ടുകയാണ്. 17 ആഴ്ച കൂടുതൽ നമുക്ക് റിവിഷൻ ചെയ്യാൻ കിട്ടുകയാണ്. 14 ആഴ്ചയിൽ കൂടുതൽ നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതാൻ കിട്ടുകയാണ്. 14 ആഴ്ചകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടം പോലെ ഇമ്പ്രൂവ്മെന്റ് നടത്താം. നമ്മൾ എന്തൊക്കെ തെറ്റുകൾ നമ്മൾ വരുത്തി ആ എല്ലാ തെറ്റുകളും തിരുത്തി ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ക്ലാറ്റ് എക്സാമിന് പഠിക്കാം. ഈ 14 ആഴ്ച കൊണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, റിവിഷൻ ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ എഴുതാം. നമുക്ക് വരുത്തേണ്ട ഇമ്പ്രൂവ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഏറ്റവും പുതിയൊരു പ്ലാനോടെ അല്ലെങ്കിൽ പുതിയൊരു ആളായി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ടൈം ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ക്ലാറ്റ് എക്സാമിന് ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒരു പരീക്ഷ എഴുതാവുന്നതേ ഉള്ളൂ. അത്രയും ഈസിയാണ് ഈ പറഞ്ഞ ക്ലാറ്റ് എക്സാം പഠിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലാവുന്നത്. മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നത് എന്തിനാണ്? നമുക്ക് എക്സാമിന്റെ പാറ്റേൺ വെച്ച് തന്നെ ആ 120 ക്വസ്റ്റിന്റെ എക്സാം എഴുതി പഠിച്ച് ലാസ്റ്റ് പോയ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗൂസ് ബംസ് എന്ന് പറയില്ലേ, ആ ഒരു ഗൂസ് ബംസിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെന്താണ്? ഇതൊക്കെ വച്ച് തന്നെയാണ് നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ തന്നെ എഴുതുന്നത്. കാരണം നിങ്ങൾ ആ ഒരു 100 ദിവസം നമ്മൾ എടുക്കുന്ന എഫേർട്ട് റിസൾട്ട് വരുന്നത് എവിടെയാണ്?
ക്ലാറ്റിന്റെ റിസൾട്ട് വരുമ്പോഴാണ്. ക്ലാറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ അത്രയും നാളെടുത്ത ആ എഫേർട്ടിന്റെ ഫുൾ എന്താണ് റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുകയാണ്, നമുക്കിവിടെ കിട്ടുകയാണ്. ഇന്ന് ഇപ്പൊ ചിലപ്പോ എന്താണ്, നിങ്ങൾ ഇപ്പോ ജസ്റ്റ് ക്ലാറ്റിന്റെ മോക്ക് ടെസ്റ്റ് എഴുതാണ്. ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയായിരിക്കും? 120-40, അല്ലെങ്കിൽ 120-50, അല്ലെങ്കിൽ 120-60. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈശ്വര ഇതെന്നെ കൊണ്ട് പറ്റുന്ന എക്സാം അല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ നിർത്തി പോവാണ്, അങ്ങനെ മെന്റാലിറ്റിയിലേക്ക് പോകും. പക്ഷേ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആ സ്കോർ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഒരിക്കലും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ വാല്യൂ, നമ്മുടെ മെഷർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഫുൾ ജേർണി ജഡ്ജ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താണ്, നമ്മൾ 40 മാർക്ക് ഒരു പരീക്ഷയ്ക്ക് വാങ്ങിച്ചു, 50 മാർക്ക് ഒരു പരീക്ഷയ്ക്ക് വാങ്ങിച്ചു, 60 മാർക്ക് ഒരു പരീക്ഷയ്ക്ക് വാങ്ങിച്ചു. നമ്മൾ എന്ത് വിചാരിക്കും, ഇത്രയും ടഫുള്ള എക്സാം ആണോ, നിങ്ങോട്ട് പഠിച്ചാൽ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ പരീക്ഷയ്ക്ക് പഠിക്കൽ സ്കിപ്പ് ചെയ്താൽ എന്ത് പറ്റും, നമ്മൾ ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ചെയ്യുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളൊന്നും പഠിക്കാതെയാണ് ആ എക്സാം എഴുതി നിങ്ങൾക്ക് 40, 50 അല്ലെങ്കിൽ 60 മാർക്ക് കിട്ടുന്നത്. നിങ്ങളപ്പോൾ പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടുന്ന കാര്യത്തിൽ ചിന്തിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എക്സാമിനുള്ള എന്താണ് കോൺഫിഡൻസ് കിട്ടും. ആ ഒരു രീതി തന്നെ പഠിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു 100 അല്ലെങ്കിൽ 100 ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുന്ന ഒരു എന്താണ് ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ടൈം ടേബിൾ എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എന്തായിരിക്കും എന്ന് കാര്യം ചിന്തിക്കുക. നമുക്ക് അന്നും ഈ പറഞ്ഞ പോലെ 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 60 മാർക്ക് തന്നെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. നമ്മളുടെ ലെവല് കുറച്ചുകൂടി കൂടും അല്ലേ? നമ്മളിപ്പോ 40 വാങ്ങിച്ചെടുത്ത് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും, 100 മേലെ മാർക്ക് ഉണ്ടാവും. ആ 100 ദിവസം നമ്മൾ എത്രത്തോളം ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കുന്നു എന്നുള്ള കാര്യത്തിലാണെന്ത് നമ്മുടെ ഈ പറഞ്ഞ മാർക്ക് ഇരിക്കുന്നത്. എന്താണ് നമ്മുടെ സ്കോർ എന്താണ് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ആണ് അതിന് സഹായിക്കേണ്ടത്. നമ്മുടെ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ സ്കോറിനെ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ എത്രത്തോളം നന്നായി പ്രിപ്പയർ ചെയ്യുന്നോ അത്രത്തോളം പോസിറ്റീവ് സൈഡിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ നമ്മുടെ സ്കോറിന് എത്തിക്കും. അതായത് 100 ദിവസം നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് 40 എന്ന മാർക്ക് ചിലപ്പോൾ എത്രയാവും, അതിന്റെ 2.5 മടങ്ങ്, അതായത് 100-ന് മേലെ പോവാം അല്ലെ, 100-ന് മേലെ നമ്മുടെ മാർക്ക് പോകാൻ പറ്റും. അപ്പൊ അത്രയും ഡീപ്പായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായി 100 ദിവസം എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണമെന്നാണ് നമുക്ക് ഒന്നുകൂടി ഓടിച്ചു നോക്കാം അല്ലെ. ഇപ്പൊ ഇത്രയും നോക്കിയേ, ഈ 100 ദിവസം കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതിലാണെന്ത് ഈ 40, 50 അല്ലെങ്കിൽ 60 മാർക്കിനെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വേറൊരു ലെവലിൽ എത്തിക്കുക എന്ന് പറയുന്നത് കിടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി നോക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് മാത്സിൽ ഭയങ്കര വീക്കാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച സ്റ്റുഡന്റ് ആണ്, അയാൾക്ക് ഈ മാത്സ് എന്ന് പറയുന്ന വിഷയം എന്തായിരിക്കില്ല, അത്രയും ദഹിക്കുന്ന വിഷയമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കില്ല ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച +2 കഴിഞ്ഞിട്ട്. ആ ഹ്യൂമാനിറ്റീസ് എന്ന വിഷയം പഠിക്കുന്ന ഒരാൾക്ക് ക്ലാറ്റിനകത്ത് 12 മുതൽ 18 ചോദ്യങ്ങൾ വരെ മാത്സ് ചോദിക്കുന്നു പറയുമ്പോൾ, അയ്യോ എനിക്ക് മാത്സ് പേടിയാണ് കേട്ടോ, ഞാൻ മാത്സ് എഴുതത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും, അയാൾക്ക് അവിടെ കോൺഫിഡൻസ് കുറയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാന്ന് വിചാരിച്ചോ, മാത്സ് എന്ന ഏരിയ എനിക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്ന് ചിന്തിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാത്സ് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും മാത്സിൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 2 ഡയലോഗും നമ്മൾ പറയുന്ന ഒരൊറ്റ സിറ്റുവേഷനിലാണ് അല്ലേ. മാത്സ് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും എനിക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയമല്ല മാത്സ്, എത്ര പഠിച്ചാലും തലയിൽ കയറുന്നില്ല എന്ന് പറയുന്നതും മാത്സ് ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട വിഷയമാണ്, എനിക്ക് വളരെ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെന്റ് അവിടെ നടത്തണം എന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ സിറ്റുവേഷനിൽ പറയുന്ന എന്താണ് ഡയലോഗാണ്. ഈ 2 ഡയലോഗ് നമ്മൾ ഒറ്റ സിറ്റുവേഷനിലാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഏത് ഡയലോഗ് പറയും എന്നുള്ളതിലാണെന്ത് നമുക്ക് കാര്യം വരുന്നത്. എപ്പോഴും ഫസ്റ്റത്തെ ഡയലോഗിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, ഓൾവേസ് ടെൽ ദ സെക്കൻഡ് ഡയലോഗ്. എന്താണ് മാത്സ് ആൻ ഏരിയ ഐ നീഡ് ടു ഇംപ്രൂവ്. നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഈ മാത്സ് എന്ന് കണക്കാക്കുക. അർത്ഥം എന്താണ്, നമ്മൾ വിചാരിക്കും GK ഭയങ്കര പണിയാണ്, ദൈവമേ എനിക്ക് GK പഠിച്ച് തീരുന്നില്ല, അത്രയും ഏരിയ പഠിക്കാനുണ്ട്, ഇതൊക്കെ ഞാൻ എപ്പോ പഠിച്ചു തീർക്കാനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. നേരെ മറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഐ നീഡ് എ ബെറ്റർ GK റിവിഷൻ സിസ്റ്റം. നമ്മൾ നമ്മുടെ GK പഠിക്കുന്ന സിസ്റ്റത്തിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് ഒന്നുകൂടി സെറ്റ് ആക്കണം എന്ന് ചിന്തിച്ചുകൂടെ. GK എത്ര പഠിച്ചാലും തലയിൽ കയറുന്നില്ല എന്ന് പറയുന്നതും
GK ഇപ്പൊ ഞാൻ പഠിക്കുന്ന മെത്തേഡിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി സെറ്റ് ആക്കണം എന്ന് പറയുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടെയും ഈ രണ്ട് ഡയലോഗും പറയുന്നത് ഒരൊറ്റ സിറ്റുവേഷനിലാണ്, നമുക്ക് പഠിക്കാൻ പറ്റാത്തപ്പോൾ. നമ്മൾ പഠിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നതല്ല, നമ്മൾ പഠിക്കുന്ന മെത്തേഡിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് നോക്കുന്നതിലാണ് എന്ത് നമ്മുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. കൃത്യമായി നമ്മൾ പഠിക്കുന്ന ആ മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യം നമുക്ക് നന്നായി അറിയണം. ആ ഒരു ഐഡിയ നമുക്ക് കിട്ടിയാൽ എന്ത് കിട്ടും, നമുക്ക് ഈ പറഞ്ഞ എക്സാമിൽ ഏത് ടോപ്പിക് ആയാലും പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ GK എന്ന് പറയുന്ന സാധനം നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ അതിന്റെ സിസ്റ്റത്തെ എന്താണ് അപ്ഡേറ്റ് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന മെത്തേഡിന് കുറച്ചൊരു അപ്ഡേഷൻ വരുത്തണം എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി എന്താണ് സ്റ്റേബിൾ ആയൊരു സ്റ്റേറ്റ്മെന്റ് വരും അവിടെ. ഇനി നോക്കിയേ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും നമ്മുടെ മേലിൽ ഒരു ലേബൽ അടിച്ചേൽപ്പിക്കരുത്. അതായത് ഇപ്പൊ എന്താണ് മാത്സ് എനിക്ക് പാടാണ്, GK എനിക്ക് പഠിക്കാൻ പറ്റില്ല, എത്ര പഠിച്ചാലും GK ഞാൻ പാസ് ആവത്തില്ല എന്ന് പറഞ്ഞ ഒരു ലേബൽ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നമുക്ക് എവിടെയാണ് പ്രശ്നം, നമ്മൾ എവിടെ പ്രശ്നം, ആ പ്രശ്നം എവിടെ വരും എന്ന് വരെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കൃത്യമായി എന്ത് ചെയ്യണം, നമ്മൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ എന്ത് മതി, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഓരോ ഡേയിലും നമ്മുടെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കും എന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഡേ 1 ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ് ഡേ ആണ്. നമ്മൾ എന്തായാലും ആ ഒരു ദിവസം നമ്മൾ എന്തായിരിക്കും, നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും. കൺഫ്യൂസ്ഡ് ആവാൻ കാരണം എന്താണ്, നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ നമ്മുടെ തലയിലുണ്ടാവും. ആ ഒരു സെക്ഷനാണെന്ത് നമ്മുടെ ഡേ 1 വരിക. ഇനി ഡേ 2 പോകുമ്പോൾ എന്താണ്, കൺസെപ്റ്റ്സ് പയ്യെ ക്ലിയർ ചെയ്ത് അങ്ങനെ എന്തിലേക്ക് പോകും. ഡേ 25 ആകുമ്പോഴത്തേക്കും എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റുകളും നമുക്ക് അറിയാം. ഇത് ആ ചാപ്റ്ററിൽ നിന്നുള്ള കൺസെപ്റ്റ് അല്ലേ, മറ്റേത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ എന്നൊരു കാര്യം നമുക്ക് ഐഡിയ കിട്ടും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു വലിയൊരു കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയിലുള്ള നടത്തമാണ് അല്ലെ. കാരണം എന്താണ്, ഒന്നും അറിയില്ല എന്ന് പറയുന്നവർക്ക് നിന്ന് എന്തെങ്കിലും എവിടെയൊക്കെയോ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നൊരു കാര്യം നമുക്ക് ക്ലിയർ ആയാൽ നമുക്ക് എന്താണ്, നമുക്ക് അത്രയും കോൺഫിഡൻസ് കുറച്ച് ബൂസ്റ്റ് ആവും. അതിനുശേഷം ഒരു ഡേ 50 ആകുമ്പോഴത്തേക്ക് എന്താണ്, പയ്യെ നമ്മുടെ ആക്യുറസി കൂടും. അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ബിൽഡ് ചെയ്ത് വരാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് വരാണ്. ഫസ്റ്റ് ഡേ നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു, 25-ാം ദിവസം ആകുമ്പോൾ നമുക്ക് ഏകദേശം കൺസെപ്റ്റ് അവിടെ ഇവിടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. മൂന്നാം സെറ്റ് ഒരു 50 ദിവസം ആകുമ്പോൾ പകുതിയാകുമ്പോൾ എന്താണ്, നമ്മുടെ ആക്യുറസി പകുതി പയ്യെ കൂടുകയാണ്. ഇതിൽ 75 ദിവസം ആകുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ സ്പീഡും പയ്യെ കൂട്ടി തുടങ്ങും അല്ലെ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡും പയ്യെ നമ്മൾ കൂടി തുടങ്ങും. ആൻഡ് ലാസ്റ്റ് എന്താണ്, 100-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ എക്സാമിന് വേണ്ടി റെഡിയാണ് അല്ലെ. വി ആർ റെഡി ഫോർ ദ എക്സാം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന സമയമാണ് എന്ത്, 100-ാമത്തെ ദിവസം. നോക്കിയേ, ഫസ്റ്റ് ദിവസം നമുക്ക് ഒന്നും അറിയില്ല, ദൈവമേ ഞാൻ ഇങ്ങനെ പഠിക്കും, അയ്യോ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് പയ്യെ കുറേശ്ശെ എനിക്കിത് കുറച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ കിട്ടും. പയ്യെ കഴിയുമ്പോൾ എന്താണ്, 2 മാസത്തിനടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ 50 ദിവസം ആകുമ്പോൾ എന്താണ്, കൊള്ളാലിത് സുഖമാണല്ലോ പഠിക്കാൻ, എനിക്കിത് പഠിക്കാൻ പറ്റും, എനിക്ക് പയ്യെ എൻ്റെ ആൻസറുകളൊക്കെ ശരിയാവുന്നുണ്ട്. അതിനുശേഷം ഒരു 2.5 മാസം കഴിയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ 75 ദിവസം കഴിയുമ്പോൾ എന്താണ്, യെസ് ഇതെന്നെ കൊണ്ട് പറ്റുന്ന സാധനം തന്നെയാണ്, എനിക്ക് സ്പീഡും കിട്ടുന്നുണ്ട് ചെയ്യാൻ എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു 100 ദിവസം ആകുമ്പോൾ, അതായത് ഒരു 3 മാസം 10 ദിവസം കണക്കാക്കിക്കോ, 3 മാസം 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എക്സാമിന് റെഡി ആകുന്ന രീതിയിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ റെഡി ആവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു മാപ്പിംഗ് നമ്മൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഇമ്പ്രൂവ്മെന്റിന്റെ ഒരു ഫ്ലോ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ ഒരു ഫ്ലോയിലായിരിക്കും എന്ത്, നമ്മൾ ഈ 100 ദിവസം സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഇപ്പൊ മെയിൻ ആയിട്ട് അടുത്തൊരു പ്രശ്നം എന്താണ്, നമ്മൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ റിഗ്രറ്റ് അടിക്കുക. അത്രയും പ്രശ്നമുള്ള വേറെ പരിപാടിയില്ല. നമുക്ക് റിഗ്രറ്റ് വരും, എന്താണ് ദൈവം ഇത്ര നാളൊന്നും പഠിച്ചില്ലോ, ഇനി പഠിച്ചാൽ പറ്റുമോ എന്നൊരു ഫീല്. ആ ഫീലാണ് നമുക്ക് ഫസ്റ്റ് വരിക. എന്താണ്,
ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നൊരു ഫീൽ നമുക്ക്. ഇപ്പൊ നമ്മൾ 100 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാന്ന് ഇരിക്കുമ്പോൾ ഫസ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അതേമേ ഇത്രയൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്ര ടൈം വരെ വേസ്റ്റ് ചെയ്തത് എന്നൊരു ഫീൽ നമുക്ക് വരും. ശരിക്കും ആ ഫീല് നമുക്ക് തോന്നുന്നത് നമ്മുടെ ബ്രെയിൻ തോന്നിക്കുന്നതാണ്. എന്താണ്? ആ സിലബസ് കാണുമ്പോൾ ആ സിലബസ് നമുക്ക് പറ്റില്ല എന്നൊരു നെഗറ്റീവ് ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാനാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിന് വീഴരുത്. നമുക്ക് അതിലൊരു സെൽഫ് എസ്റ്റീം എന്ന രീതിയിൽ നമ്മൾ പിടിച്ചു നിന്ന് നമ്മൾ നമ്മുടെ കോൺഫിഡൻസിന് ബൂസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫീലിൽ നിന്ന് പുറത്തിറങ്ങണം. പിന്നെ നമുക്ക് വരാൻ പോകുന്ന ചിന്തയാണെന്ത്, നമ്മുടെ പ്രിപ്പറേഷൻ ലേറ്റ് ആയി പോയി എന്നൊരു ഫീല്. ഞാൻ പറഞ്ഞു എന്താണ്, 100 ദിവസം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ലേറ്റുമല്ല എന്നാൽ ഒരുപാട് നേരത്തെയുമല്ല, അങ്ങനെ കിടക്കുന്ന ഒരു ടൈമാണ് 100 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ലേറ്റ് അല്ല എന്ന കാര്യം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കണം. മൂന്നാമത്തെയാണ് എന്ത്, നമ്മൾ ഒരുപാട് ബാഡ് മോക്ക് എക്സാംസ് നടത്തി കഴിഞ്ഞു എന്നൊരു ഫീല്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടാൻ പാടില്ല. ഇൻ കേസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്, നമ്മളത് മറന്നു കളയണം. ബിക്കോസ് വി ഹാവ് നൗ ഗെറ്റിംഗ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ടിലാണ് നമ്മൾ പോകുന്നത്. ആ സ്റ്റാർട്ട് നമ്മൾ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നെന്താണ്, നമ്മൾ ചിലപ്പോൾ എന്താണ്, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ സിലബസ് മൊത്തം കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലര്. അപ്പൊ എന്ത് വിചാരിക്കും, ഇപ്പൊ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ, ഇപ്പൊ എനിക്ക് പറ്റില്ല എന്നൊരു ഫീല് നമുക്ക് കിട്ടും. ആ ഫീലും എന്ത് ചെയ്യണം, നമ്മൾ നൈസായിട്ടാണ് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ പോകും. പിന്നെന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം, ഇതൊന്നും നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പഠനത്തെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ എന്താണ്, നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസിനെ ഇത് തളർത്തിക്കളയും. ഈ പറഞ്ഞ എല്ലാ തോട്ടുകളും നമ്മുടെ കോൺഫിഡൻസിനെ തളർത്തുന്ന തോട്ടുകളാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ കോൺഫിഡൻസ് തളർത്തുന്ന ഒരൊറ്റ തോട്ടും നമ്മുടെ തലയിൽ വരുത്താൻ പാടില്ല. കൃത്യമായ രീതിയിൽ പറയണം. എന്താണ്, ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കും, എന്താണ്, ദൈവമേ നമ്മൾ ഓരോ ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞോ, ഇല്ല, നമ്മൾ കറക്റ്റ് ടൈമിലാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇനി പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ടൈം ടേബിൾ സെറ്റ് ആക്കിയിട്ടില്ല, ആ ടൈം ടേബിൾ ഇരിക്കണം നമ്മുടെ തലയിൽ എന്ന് ചിന്തിക്കുക. നമ്മൾ പ്രിപ്പറേഷൻ ലേറ്റ് ആയോ, ഇല്ല, ഓൺ ടൈമാണ്, നമ്മളത് കറക്റ്റ് ടൈമിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ നമ്മൾ ചിന്തിക്കും, എന്താണ്, ദൈവമേ നമ്മൾ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ, തെറ്റായ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങിയോ, നോക്കിയോ, ഇല്ല, നമ്മൾ കറക്റ്റായ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം ഇനി. കാരണം കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നോക്കണ്ട, നമ്മൾ ഇനി ഒന്നൊരു ഫ്രഷ് ആയിട്ട് പഠിച്ച് നമ്മൾ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ചിന്തിക്കും, എന്തായാലും നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആകുമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവില്ലേ എന്ന് ചിന്തിക്കും. എപ്പോഴും ചിന്തിക്കുക, സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. കാരണം എന്താണ്, ഈ ചിന്തകളൊന്നും നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത ചിന്തകളാണ്. ആ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം ഒഴിവാക്കി വിടാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്താണ്, നമുക്ക് പഴയ ദിവസങ്ങൾ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ പോയ ദിവസങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല, അല്ലേ? പക്ഷെ വരാൻ പോകുന്ന 100 ദിവസങ്ങൾ അതെല്ലാം നമ്മുടെ കയ്യിലാണ്. ആ നമ്മുടെ കയ്യിലുള്ള 100 ദിവസത്തെ എങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇതിൽ മാറ്റാം എന്ന കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. വരാൻ പോകുന്ന 100 ദിവസം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അത് മാത്രമായിരിക്കണം നമ്മുടെ മൈൻഡിൽ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കഴിഞ്ഞു പോയ ദിവസങ്ങളെ പറ്റി യാതൊരു ചിന്തയും നമുക്ക് നമ്മുടെ ബ്രെയിനിൽ വരാൻ പാടില്ല. കാരണം വന്നാൽ എന്ത് പറ്റും, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ എന്താണ് കോൺഫിഡൻസ് എല്ലാം കുറയുക തന്നെ ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി മറക്കുക, ഒള്ളി എന്താണ് ഇപ്പോഴത്തെ കാര്യത്തെ പറ്റി മാത്രം ചിന്തിക്കുക. ഇനി ചിലർക്ക് എന്താണ്, ചിലർ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ചിലർ ജിക്ക് വേഗം ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും, ചിലർ നന്നായി മാർക്ക് വാങ്ങിക്കുന്നുണ്ടാവും, ചിലർ പാതിരാത്രി എഴുന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലർ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടാവും. അവരെ നമ്മൾ നോക്കണ്ട. നമ്മൾ എന്തിനാ അവരെ നോക്കുന്നേ? അവരവരുടേതായ രീതിയിലാണ് പഠിക്കുന്നേ. ചിലപ്പോൾ അവർക്ക് അത്ര നേരം പഠിച്ചാലേ അവരുടെ ഇതിൽ തല കയറുള്ളായിരിക്കും. പക്ഷെ നമുക്കെന്താണ്, നമ്മൾ ചിലപ്പോൾ ഒറ്റ വായന നമ്മൾ ചിലപ്പോൾ എന്താണ് നമുക്ക് മാർക്ക് കിട്ടിയെന്ന് വരാം. അല്ലു അർജുന്റെ പഴയ സിനിമ ഡയലോഗ് ഉണ്ട്, എന്താണ്, ക്ലാസ്സിൽ ആൻസർ ചെയ്യുന്നവരല്ല പരീക്ഷയ്ക്ക് ഫസ്റ്റ് ആവുന്നേ, പരീക്ഷ നന്നായി എഴുതുന്നവരാ. അതേപോലെ നന്നായി പഠിച്ചു എന്ന് പറഞ്ഞ് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ എക്സാം നന്നായി എഴുതണം എന്നല്ല അർത്ഥം. അവരെങ്ങനെ പഠിച്ചു, പഠിച്ച കാര്യം അവർ ഓർമ്മ വരണം എന്ന കാര്യങ്ങളിലാണ് ഈ മാർക്കൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ഇത്രയും ശ്രദ്ധിക്കുക, എന്താണ്, നമ്മൾ എത്രത്തോളം നന്നായി പഠിക്കുന്നോ അത്രത്തോളം പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണ്, അവര് എന്ന ജോലി എന്താണ്, അവർ ചെയ്യട്ടെ, അവരെങ്ങനെയാണോ പഠിക്കാൻ താല്പര്യം അവരങ്ങനെ പഠിക്കട്ടെ.
നോ വെറീസ്. നമ്മൾ ഇടപെടണ്ട. നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നു എന്ന കാര്യം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക. ചിലപ്പോൾ നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റ് പഠിച്ചാലേ പറ്റുള്ളായിരിക്കും, അത് ചൂസ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഉറക്കം ഉളച്ചിന്ന് പഠിക്കാൻ പറ്റില്ല, നമുക്ക് രാവിലെ ഉറക്കം ഉളയ്ക്കാൻ പറ്റില്ല, വൈകിട്ട് ഉറക്കം ഉളയ്ക്കാൻ പറ്റുന്നില്ല. നമ്മൾ അതിനു വേണ്ടി മറ്റൊരു ടൈം മാറ്റി വെച്ച് പഠിക്കുക. അതായത് അവരങ്ങനെ ചെയ്യുന്നില്ല, അപ്പൊ നമുക്കും അങ്ങനെ ചെയ്തു നോക്കാം എന്ന് ചിന്തിച്ച് നമ്മൾ അങ്ങോട്ട് പോയാൽ എന്ത് പറ്റും? നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ മെത്തേഡിലേക്ക് നമുക്ക് എത്താനും പറ്റും. അവിടെ 2 വഞ്ചിയിൽ കാല് കുത്തുക എന്ന് പറയുന്നില്ലേ, ആ ഒരു പരിപാടിയാ. 2 വഞ്ചിയിൽ കാല് കുത്തി എന്ത് പറ്റും? നമ്മൾ വെള്ളത്തിൽ വീഴും. അതേ സ്കീം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ 2 വഞ്ചി ഉണ്ട്, ഒരാൾ ഈ വഞ്ചി കയറി, ഒരാൾ ആ വഞ്ചി കയറി, നമുക്ക് 2 വഞ്ചിയും ഒരുപോലെ വേണം എന്ന് പറഞ്ഞ് 2 വഞ്ചിന് കാലെടുത്ത് വെച്ചാൽ എന്ത് പറ്റും? 2 വഞ്ചി 2 വഴി പോവും, നമ്മൾ വെള്ളത്തിലും കിടക്കും. ആ ഒരൊറ്റ കാര്യമേ നമ്മൾ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്ത് മനസ്സിലാക്കണം? പലരും പല ടൈപ്പ് പഠിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നമ്മുടെ വെർഷന് തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെ പഠിക്കുന്നു അതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെ പഠിക്കുന്നു അതിൽ മാത്രം നമ്മൾ അപ്ഡേറ്റ് എടുക്കുക, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട കേട്ടല്ലോ. നമ്മൾ നമ്മളെ മാത്രം മുന്നിൽ കണ്ട് പഠിച്ചാൽ മതി കേട്ടല്ലോ. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഒരു ചെറിയ സ്കോർ നമുക്ക് ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്തല്ല, നമുക്ക് ക്ലാറ്റോ എയിലാറ്റോ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് അതിൽ ഇംപ്രൂവ്മെന്റ് വേണം എന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയല്ലത്, നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടുള്ളൂ എന്ന് പറയുകയല്ല അവർ ചെയ്യുന്നത്. നമ്മൾ എന്ത് മോക്ക് ടെസ്റ്റ് ചെയ്താലും, ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ചിലപ്പോൾ സൈഡിൽ കിടപ്പുണ്ടാവും, നമ്മളൊക്കെ എക്സാമിൽ നിങ്ങൾ എഴുതി നോക്കി, നമ്മൾ പഠിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി എഴുതി നോക്കാണ്. എഴുതി നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചോളൂ നമുക്ക് മാർക്ക് കിട്ടിയില്ല, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾ കുറച്ചുകൂടി നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അതവർ പറയുകയും ചെയ്യും. ഏത് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നോക്കിയാലും അതിലൊക്കെ ഇങ്ങനെ പറയും, നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാട്ടോ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്തല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾ തോൽവികളാണെന്നല്ല, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നാണ്. അപ്പൊ എന്ത് വിചാരിക്കും? നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു മോക്ക് ടെസ്റ്റ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്താ തെറ്റാണ് ചെയ്തത്, നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തത്, നമുക്ക് എവിടെയാണ് സമയം പോയത്, അടുത്ത തവണ നമ്മൾ എന്ത് വ്യത്യസ്തമായി ചെയ്യണം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. മോക്ക് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാടി പോലെയാണ്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമുക്ക് മുടി എത്ര ഈരണം, അല്ലെങ്കിൽ എന്താണ് താടി വടിക്കാറായോ, അല്ലെങ്കിൽ പൊട്ട് തുറന്നോ എന്ന കാര്യങ്ങൾ നോക്കും. നമ്മൾ കണ്ണാടി നോക്കും. കണ്ണാടി നോക്കിയിട്ട് ഇന്ന് എന്നെ കാണാൻ കൊള്ളത്തില്ല, അവിടെ ഞാൻ ഒരുങ്ങണില്ല എന്ന് പറഞ്ഞാലും പോകത്തില്ലല്ലോ. നമ്മളെ കാണാൻ അത്ര ലുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കാണാൻ ലുക്കുള്ള ഇപ്പൊ നമ്മളെ മാറ്റിയെടുക്കും അല്ലേ? പൊതുവെ നമ്മൾ കണ്ണാടി നോക്കി അങ്ങനെ ചെയ്യാറ്. സെയിം നമ്മൾ മോക്ക് ടെസ്റ്റ് വഴി ചെയ്യണം. അതായത് എന്താണ്, ഒരു മോക്ക് ടെസ്റ്റ് നടക്കുമ്പോൾ എന്താണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ മാർക്സിന്റെ റിഫ്ലക്ഷൻ, നമ്മുടെ സ്റ്റഡിയുടെ റിഫ്ലക്ഷൻ ആണ്. നമ്മളുടെ സ്റ്റഡി റിഫ്ലക്ഷനിൽ നമുക്ക് മോശം മാർക്കാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തല്ല, നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നതല്ല, നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഇനിയും വരുത്തേണം, നമ്മൾ ഇനി ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത് കേട്ടല്ലോ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്യുക. ഫസ്റ്റ് എന്താണ്, നമ്മൾ പൊതുവെ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻസും എറേഴ്സും ആണ് നോക്കുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ ആണ് കൺസെപ്റ്റ് എറർ. ഈ കൺസെപ്റ്റ് എറർ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ ആയിട്ട് നമുക്ക് പഠിച്ചാൽ തിരുത്താവുന്ന എററുകളാണ്. ഇനി കെയർലെസ് മിസ്റ്റേക്ക്, നമ്മുടെ അശ്രദ്ധ കാരണം ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. ചിലപ്പോൾ കൂട്ടുമ്പോഴാകാം, ചിലപ്പോൾ കുറയ്ക്കുമ്പോഴാകാം, ചിലപ്പോൾ ഒരു വാക്ക് വിട്ടുപോയതാകാം, ചിലപ്പോൾ നോട്ട് എന്നൊരു വാക്ക് വിട്ടുപോയതായിരിക്കാം ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്. അതൊക്കെ എന്താണ്? നമ്മുടെ ശ്രദ്ധ കൊണ്ട് വരുന്ന മിസ്റ്റേക്കുകളാണ്. അവയൊക്കെ നമുക്ക് എങ്ങനെ തിരുത്താം? നമുക്ക് നമ്മുടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട്, അതായത് നമ്മുടെ ശ്രദ്ധ ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാം. പിന്നെന്താണ്? ടൈം പ്രഷർ. നമ്മുടെ എക്സാം എഴുതി തീരുമോ എന്നൊരു ടെൻഷൻ. കാരണം എന്താണ്? OMR ആണ്. OMR എക്സാമിന് നമുക്ക് ടെൻഷൻ എത്രത്തോളം അടിക്കുന്നു അത്രത്തോളം നമ്മൾ OMR തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ആ പ്രഷർ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം ടെസ്റ്റുകൾ എഴുതി നോക്കി നമ്മുടെ സ്പീഡ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെന്താണ്? മിസ് റീഡിങ്. എന്താ പറയുന്നേ? മിസ് റീഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വായിക്കുന്നതിൽ ഉണ്ടാവുന്ന തെറ്റുകൾ. ആ തെറ്റുകളെ നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും? നമ്മൾ സ്വസ്ഥമായി സമാധാനമായി ഒരു പാസേജ് വായിക്കുമ്പോഴേ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിനെ തിരുത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം ക്ലാറ്റ് എക്സാമിൽ എന്താണ്? എല്ലാം പാസേജുകളാണ്. ഈ പാസേജുകൾ തിരുത്തണം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വായിച്ച് പഠിച്ചാൽ മാത്രമേ എന്താവുള്ളൂ അതിനുള്ള തിരുത്തൽ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം വായിച്ച് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള
ആൻസേഴ്സ് കിട്ടുള്ളൂ. പിന്നെന്താണ് നമ്മൾ വരുത്തുന്ന മെയിൻ മിസ്റ്റേക്ക് ആണ് ഗസ്സിങ്. ചുമ്മാ കറക്കി കുത്തി എന്ന് പറയില്ലേ, ആ പരിപാടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഇന്ന ഓപ്ഷൻ വരില്ല എന്ന് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കൺസെപ്റ്റ് കുറച്ചുകൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ കൺസെപ്റ്റ് അറിയുന്ന വഴി നമുക്ക് എന്താണ്, നമുക്ക് ഗസ്സിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഈ മിസ്റ്റേക്സ് ഒക്കെ എന്താണ്, വൺസ് ഒരിക്കൽ മാത്രം വരാവുന്ന ടൈപ്പ് നമ്മൾ ആക്കണം. കാരണം ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒന്നിലധികം എന്താണ് മാക്സിമം 2 തവണ 2 മോക്ക് ടെസ്റ്റിലൊക്കെ ഒരു മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യാവൂ. ബാക്കി എല്ലാ മോക്ക് ടെസ്റ്റിലും എന്താണ് ആ റിപ്പീറ്റ് ആ മിസ്റ്റേക്ക് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ഉണ്ടാവും. ഒറ്റയടിക്ക് ചിലപ്പോൾ ആ മിസ്റ്റേക്ക് നമ്മളെ വിട്ട് പോകണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, അത് പ്രാക്ടീസ് ചെയ്ത് എന്താണ് നമ്മൾ മിസ്റ്റേക്കിനെ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ ആ മിസ്റ്റേക്ക് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം, പ്രാക്ടീസിലൂടെ തന്നെ ഓവർകം ചെയ്യണം. അത് കൺസെപ്റ്റ് എറർ ആയിക്കോട്ടെ, കെയർലെസ് മിസ്റ്റേക്സ് ആയിക്കോട്ടെ, എല്ലാം എന്താണ് നമ്മുടെ പ്രാക്ടീസ് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എന്താണ് മാത്സ് ഇപ്പൊ മെയിനായിട്ട് ക്വാണ്ട് നോക്കാം. ക്വാണ്ടിനകത്ത് എന്താണ് നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് വിചാരിക്കും, ഐ ഹേറ്റ് ക്വാണ്ട്, എനിക്ക് മാത്സ് ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾ 30 ദിവസം കഴിയുമ്പോൾ എന്താണ് ചിന്തിക്കണ്ടേ, ഐ ക്യാൻ സോൾവ് ബേസിക് ക്വാണ്ട്. നമുക്ക് ബേസിക് ആയ ലെവലുള്ള ക്വാണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു 60 ദിവസം കഴിയുമ്പോഴെന്താണ് എനിക്ക് എക്സാം ലെവൽ ക്വാണ്ട് ഒക്കെ എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതായത് ട്രൈ ചെയ്ത് നോക്കാനെങ്കിലും എനിക്ക് പറ്റും എന്നൊരു 60 ദിവസം ആകുമ്പോൾ നമുക്ക് തോന്നണം. 90 ദിവസം ആകുമ്പോൾ എന്താണ് നമുക്ക് ഈ ക്വാണ്ടിനെ പേടിയേ ഇല്ല എന്ന ടൈപ്പ് നമ്മൾ ചിന്തിക്കണം. അതിലാണ് എന്ത് അടുത്ത സ്റ്റേജ് വരുന്നത്. പിന്നെ എന്താണ് ഈ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഒരു പ്രോസസ് വഴി വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ് ഈ എല്ലാ ഇംപ്രൂവ്മെന്റും. കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, ഈ പ്രോസസ് ഒക്കെ ഫോളോ ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. കാരണം ക്ലാറ്റ് എക്സാം എന്ന് പറയുമ്പോൾ എന്താണ് ഓൾ ഇന്ത്യ ലെവലിലെ ധാരാളം ഇന്റലിജൻസിലേക്കുള്ള അഡ്മിഷനുള്ള ടെസ്റ്റ് ആണ്. ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എന്തായാലും വേണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 100 ദിവസം ഇല്ലേ എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കരുത്. കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം. പഠിത്തം നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. ഒരിക്കലും നിങ്ങൾ 100 ദിവസം ഇനി 99 ദിവസം ഇനി 98 ദിവസം എന്ന് ചിന്തിക്കരുത്. എന്താണ് ഓരോ ദിവസവും ഒരു ഫ്രഷ് ഡേ എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഇതേപോലത്തെ സ്റ്റഡി പ്ലാൻ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ് 9249089280 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ കോഴ്സ് ജോയിനിങ് ഫോർ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ക്ലാറ്റിന്റെ ഒപ്പം തന്നെയാണ് ഐലറ്റ് എക്സാം നടത്തുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ കോഴ്സ് ഉപകാരപ്പെടുന്നതായിരിക്കും. ഒപ്പം LLB എൻട്രൻസുകളെ പറ്റിയുള്ള കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നമ്മുടെ ഏറ്റവും പുതിയ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒട്ടും അടിക്കേണ്ട, എല്ലാവരും ഫ്രീ ഗ്രൂപ്പിൽ ധൈര്യമായി ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമുക്ക് മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ക്ലാറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ക്ലീ എക്സാം വെച്ച് നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. ക്ലീ എക്സാം കഴിഞ്ഞ് നിങ്ങൾ എന്തിലേക്ക് പോകണം, ക്ലാറ്റ് എക്സാമിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം 2 എക്സാം എന്താണ് ലോ എൻട്രൻസുകൾ തന്നെയാണ്. രണ്ടും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. എന്തായാലും ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്ടോബർ 31 വരെ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. എല്ലാ സമയവും കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, അതിലാണ് മെയിൻ കാര്യം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇതുപോലെ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.